ഒരു ഭക്തൻ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട കാര്യമുണ്ട്. ഏതൊരു ദേവന്റെ ഭക്തനാണെങ്കിലും അയാൾക്ക് ഈ ഒരു കാര്യം അറിയാതെ മുന്നോട്ട് പോകാൻ പോലും സാധിക്കില്ല. ഇങ്ങനെ മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ പൂർണ്ണമായ ഭഗവാന്റെ അനുഗ്രഹം ഒരാൾക്ക് ലഭിക്കുകയുള്ളൂ എന്നുള്ളത് മാത്രമല്ല, പൂർണ്ണമായ രക്ഷ ലഭിക്കുകയുള്ളൂ. അതിലൂടെ നമ്മൾ എവിടെ എത്തണോ, ഏത് തരത്തിൽ ജീവിതം മുന്നേറണോ അല്ലെങ്കിൽ ജീവിതം തന്നെ മാറണോ, ഇതെല്ലാം തീരുമാനിക്കുന്നത് ഈ 6 കാര്യങ്ങളാണ്. ഭക്തിയിൽ എടുത്തു പറയുന്ന 6 കാര്യങ്ങൾ. ഷഡ്വിധാ ശരണാഗതി. എന്താണ് ഷഡ്വിധാ ശരണാഗതി? 6 തരം ശരണാഗതിയിലേക്ക് നയിക്കുന്ന കാര്യങ്ങൾ നമ്മൾ പറയാറുണ്ട്. എന്താണ് ആ 6 കാര്യങ്ങൾ? ഈ 6 കാര്യങ്ങൾ പാലിച്ചെങ്കിൽ മാത്രമേ ഒരാൾക്ക് ഭക്തിപരമായി മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ, ഒരു ഭഗവാനിൽ പൂർണ്ണമായും ഐക്യം സംഭവിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ആ ഭഗവാന്റെ പരമമായ ഭക്തനാകാൻ ഇങ്ങനെ മാത്രം പോയെങ്കിലേ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ സാധാരണ ഒരു ഭക്തനായി നമ്മൾ നിലനിന്നു പോകും. അതിനപ്പുറം ഭഗവാന്റെ പൂർണ്ണ കടാക്ഷം ലഭിക്കില്ല. അപ്പോൾ എങ്ങനെയാണ് ഈ ഷഡ്വിധാ ശരണാഗതിയിലേക്ക് നമ്മൾ എത്തുന്നത്? ഇതെന്താണ്? ഇതുകൊണ്ടുള്ള ഉപകാരം എന്താണ്? ഇതുകൊണ്ടുള്ള ഉപകാരം ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ ഭഗവാന്റെ ഏറ്റവും ഉത്തമരായ ഭക്തന്മാരിൽ ഒരാളായി മാറും. ഭഗവാന്റെ ഏറ്റവും അടുത്ത ആളാകും. അതിൽ ഒരു സംശയമില്ല. ഇത് പാലിച്ചാൽ മാത്രം. ഇത് പാലിക്കണം. ഇത് പാലിച്ചു എന്ന് പറഞ്ഞ് അഹങ്കാരം വരാനല്ല ഞാൻ പറഞ്ഞത്. ഇത് അഹന്തയൊഴിഞ്ഞ് നമ്മളിത് ചെയ്യണമെങ്കിൽ അഹന്ത മാറാൻ തന്നെയാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെയാണത്? ഭഗവാന്റെ ഏറ്റവും അടുത്ത ഭക്തനാകാൻ, ഭഗവാന്റെ പ്രിയപുത്രനാകാൻ നമ്മളെ പ്രാപ്തരാക്കുന്ന കാര്യങ്ങൾ എന്താണ്? അതിലൊന്നാമത്തെ കാര്യമാണ് ആനുകൂല്യസ്യ സങ്കല്പം. എന്താണോ ഭഗവാന് അനുകൂലമായി തോന്നുന്നത് അത് തിരഞ്ഞെടുക്കുക. എന്താണോ ഭഗവാൻ നമ്മളിൽ നിന്ന് ഇച്ഛിക്കുന്നത് അത് തിരഞ്ഞെടുക്കുക. ആരെയും ഉപദ്രവിക്കാതിരിക്കുക, ആരെയും പറ്റിക്കാതിരിക്കുക, സഹജീവികളെയൊക്കെ ഉപദ്രവിക്കുക. ഇതൊക്കെ ഭഗവാന് ഇഷ്ടമുള്ള കാര്യമാണോ? എല്ലാവരും ഭഗവാന്റെ മക്കൾ തന്നെയാണ്. എല്ലാവരും ആത്മസഹോദരങ്ങൾ തന്നെയാണ്. അപ്പോൾ ആരെങ്കിലും ഉപദ്രവിക്കുന്നതോ പറ്റിക്കുന്നതോ ഒക്കെ ഭഗവാൻ ഇഷ്ടപ്പെടുമോ? ഒരിക്കലുമില്ല. അതുകൊണ്ട് എന്താണോ ഭഗവാന് അനുകൂലമായിട്ടുള്ളത് അത് സങ്കല്പമായി സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ ഇനി ഞാൻ ഭഗവാന് നിരക്കാത്തതായി ഒന്നും ചെയ്യില്ല. ചിലർ പറയില്ലേ, ദൈവത്തിന് നിരക്കാഴിക ചെയ്യരുത് എന്ന് പറയില്ല. അതിതാണ് ഭഗവാൻ എന്താണോ നിരക്കുന്നത്, ഭഗവാൻ എന്താണോ ഒരു ഭക്തനിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അതെങ്ങനെ മനസ്സിലാവും? നമ്മൾ ഓരോ ഗ്രന്ഥങ്ങൾ പരിശോധിക്കുമ്പോഴും ഗ്രന്ഥങ്ങൾ മനസ്സിലാക്കുമ്പോഴും സത്സംഗങ്ങൾ, ദുസ്സംഗങ്ങളല്ല സത്സംഗങ്ങൾ നമ്മൾ ചേരുമ്പോഴും അതിൽ നിന്നൊക്കെ കിട്ടുന്ന അറിവ്, അതുപോലെ തന്നെ മഹാഭക്തന്മാർ ഏത് നിലയിലാണ് നിലകൊണ്ടിരുന്നത്, അവരുടെ സ്വഭാവം എന്തായിരുന്നു, കനകദാസൻ എങ്ങനെയാണ് പ്രയത്നിച്ചിരുന്നത്, പ്രഹ്ലാദൻ എങ്ങനെയാണ് മുന്നോട്ട് പോയത്, ഈ മഹാഭക്തന്മാരിൽ നിന്നൊക്കെ നമ്മൾക്ക് മനസ്സിലാകും. നമ്മൾ പറയില്ലേ, നമ്മൾ എന്ത് ചെയ്യണമെന്ന് നമ്മളെക്കാൾ മുൻപ് സഞ്ചരിച്ച ആ വഴിയിൽ സഞ്ചരിച്ച ആളുകളോട് വേണം ചോദിക്കാൻ. ഞാൻ ഈ പാതയിൽ സഞ്ചരിക്കുകയാണ്, എങ്ങനെ വേണം ഈ പാതയിൽ സഞ്ചരിക്കണമെന്ന് ചോദിച്ചാൽ ഇതിനു മുൻപ് ഈ പാതയിൽ സഞ്ചരിച്ച ആരുടെയെങ്കിലും കഥ കേൾക്കണം, അല്ലെങ്കിൽ അവരോട് ചോദിക്കണം. അപ്രകാരം പ്രഹ്ലാദൻ്റെ കഥ, അങ്ങനെയുള്ള മഹാഭക്തന്മാരുടെ കഥ കേൾക്കുമ്പോൾ, മാർക്കണ്ഡേയൻ്റെ കഥ, അങ്ങനെയുള്ള മഹാഭക്തന്മാരുടെ കഥകൾ കേൾക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവും, എങ്ങനെയാണ് ഭഗവാന് ആനുകൂല്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ കാര്യം എന്താണ്? ഭഗവാൻ എന്താണോ ആനുകൂല്യമായത്, ഭഗവാൻ എന്താണോ ഒരു ഭക്തനിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അത് ചെയ്യുക. അല്ലാതെ നമ്മൾക്ക് തോന്നിയത് ചെയ്യുകയോ മറ്റൊരാളെ കഷ്ടപ്പെടുത്തുകയോ അല്ലെങ്കിൽ നമ്മൾ ഒരു മോശം പ്രവൃത്തി ചെയ്യുകയോ അല്ല വേണ്ടത്. അതാണ് രണ്ടാമത്തെ കാര്യം. ഷഡ്വിധാ ശരണാഗതിയിലെ രണ്ടാമത്തെ കാര്യമായി പറയുന്നത് അതാണ്. പ്രാതികൂല്യസ്യ വർജനം. പ്രാതികൂല്യസ്യ വർജനം എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണോ ഭഗവാന് പ്രതികൂലമായിട്ടുള്ളത് അതെല്ലാം നമ്മൾ വർജിക്കുക. അതാണ് ദൈവത്തിന് നിരക്കാഴുക. മുൻപ് പറഞ്ഞ പോലെ ഭഗവാൻ എന്താണോ നിരക്കാത്തത് അത് ചെയ്യാതിരിക്കുക. ഇപ്പോൾ ഒരു കാര്യം തെറ്റാണെങ്കിൽ അത് ഭഗവാൻ ഇഷ്ടമല്ലെങ്കിൽ അത് ചെയ്യാതിരിക്കുക. നമ്മൾ പൂർണ്ണമായും ഇനി ഭഗവാന്റെ ഇഷ്ടാനുഷ്ടങ്ങൾക്കനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഭഗവാൻ എന്തിഷ്ടമാണോ അത് ചെയ്യുന്നു, ഭഗവാൻ എന്താണോ ഇഷ്ടമല്ലാത്തത് അത് ചെയ്യാതിരിക്കുന്നു. അങ്ങനെ നമ്മൾ ആ ഭഗവാനെയും ഭഗവാന്റെ ഭക്തന്മാരെയും മനസ്സിലാക്കുമ്പോൾ നമ്മൾക്ക് ഒരു കാര്യം മനസ്സിലാവും, എന്ത് ഞാൻ ചെയ്യണം, എന്ത് ഞാൻ ചെയ്യണ്ട. ഈ വിവേക ബുദ്ധി നമ്മൾക്കുണ്ടായാൽ തന്നെ ആദ്യത്തെ 2 കടമ്പ കടന്നു. ഈ 2 കാര്യം ചെയ്താൽ തന്നെ ഭഗവാന്റെ ഏറ്റവും അടുത്ത ഭക്തന്മാരിൽ ഒരാളായി നമ്മൾ മാറി. ഒരു സംശയമില്ല. ഈ 2 കാര്യം പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ എന്തൊക്കെ ചെയ്താലും, എത്ര ക്ഷേത്രത്തിൽ പോയാലും, എത്ര നാമം നമ്മൾ ജപിച്ചാലും പലപ്പോഴും ഈ 2 കാര്യങ്ങൾ മറന്നുപോകും. ഭക്തിയിലെ ഈ പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ മറന്നുപോകും. എന്താണോ ഭഗവാന് വേണ്ടി ചെയ്യേണ്ടത് അത് ചെയ്യില്ല, ഭഗവാൻ എന്താണോ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അത് ചെയ്യില്ല, എങ്കിൽ ഭഗവാന് വേണ്ടാത്ത കാര്യങ്ങൾ നമ്മൾ പലപ്പോഴും ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും പല കാര്യങ്ങൾ ചെയ്തിട്ടും നമ്മൾക്ക് വലിയ ഫലം ലഭിക്കാത്തത്. ഭഗവാൻ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നമ്മൾ ചെയ്യാത്തത് കൊണ്ടാണ്. അപ്പോൾ 2 കാര്യം നമ്മൾക്ക് മനസ്സിലായി. ഇനി എന്താണ് മൂന്നാമത്തെ കാര്യം? രക്ഷിഷ്യതി ഇതി വിശ്വാസഃ. രക്ഷിഷ്യതി ഇതി വിശ്വാസഃ. അതിനർത്ഥം ഭഗവാൻ എന്നെ ഏത്
ഘട്ടത്തിലും എത്ര വലിയ പ്രശ്നത്തിലും ഞാൻ പെട്ട് കിടക്കുകയാണെങ്കിലും എന്നെ ഭഗവാൻ രക്ഷിക്കുമെന്നുള്ള അടിയുറച്ച വിശ്വാസം. രണ്ടാമതൊരു ഓപ്ഷനില്ല. ഭഗവാൻ എന്നെ രക്ഷിച്ചില്ലെങ്കിൽ ഞാൻ വേറെ ആരുടെയെങ്കിലും എടുത്തു പോകും, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഞാൻ ഏതെങ്കിലും രീതിയിലുള്ള സഹായം തേടും എന്നുള്ളതൊന്നുമില്ല. ഭഗവാനെ അങ്ങ് എന്നെ രക്ഷിച്ചില്ലെങ്കിൽ ഇനി എന്നെ ആരും രക്ഷിക്കാൻ പോകുന്നില്ല, അതുകൊണ്ട് അങ്ങ് എന്നെ രക്ഷിക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട്. രണ്ടാമതൊരു വിശ്വാസമില്ല. ഇതും പ്രഹ്ലാദനിൽ നിന്ന് നമ്മൾക്ക് പഠിക്കാം. പ്രഹ്ലാദന് രണ്ടാമതൊരു വിശ്വാസമില്ല, ഉറപ്പായും തൂണിലുണ്ടെന്നുള്ളതാണ്. അതുപോലെ രണ്ടാമതൊരു ചിന്തയില്ലാത്ത വിശ്വാസം. ഭഗവാൻ എന്നെ രക്ഷിക്കുമോ ഇല്ലയോ, വേറെ ആരെങ്കിലും എന്നെ രക്ഷിക്കുമോ, അങ്ങനെ ഒന്നുമില്ല. ഭഗവാൻ എന്നെ രക്ഷിക്കും, ഭഗവാനേ എന്നെ രക്ഷിക്കൂ. ഈ ഒരു അടിയുറച്ച വിശ്വാസം ഉണ്ടല്ലോ, ഇതാണ് യഥാർത്ഥ നട്ടല്ലേ എന്ന് പറയുന്നത്. പല കാര്യങ്ങളും നടത്തിയെടുക്കുന്നവർക്കൊരു പ്രത്യേകതയുണ്ട്, അടിയുറച്ച വിശ്വാസമാണ്, ഭഗവാനെ എന്നെ രക്ഷിക്കുകയുള്ളൂ എന്നുള്ളത്. അപ്പോൾ അതാണ് മൂന്നാമത്തെ കാര്യം. ഷഡ്വിധ ശരണാഗതിയിലെ മൂന്നാമത്തെ കാര്യം, പ്രധാനമായും നമ്മൾ ചിന്തിക്കേണ്ട കാര്യം. അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും പറയില്ലേ, ഞാനിത് ആഗ്രഹിച്ചു, അല്ലെങ്കിൽ ഞാനിത് ഭഗവാൻ രക്ഷിക്കുമെന്ന് പ്രതീക്ഷിച്ചു, പക്ഷെ നടന്നില്ല എന്ന് പറയില്ല. അത് ഇതുകൊണ്ടാണ് അടിയുറച്ച വിശ്വാസം. അടിയുറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മുടെ പ്രാരാബ്ധകർമ്മം ഒക്കെ ഒന്ന് മാറ്റിയിട്ട് ആദ്യം ഭഗവാൻ ഇത്തിരി പരീക്ഷിക്കും, നമ്മളുടെ പ്രാരാബ്ധകർമ്മം തരും. ആ പരീക്ഷണം കഴിഞ്ഞാൽ ഭഗവാൻ നമ്മളെ വലിയ നിലയിലെത്തിക്കും. ഈ വിശ്വാസം ഉണ്ടെങ്കിൽ എത്ര വലിയ പരീക്ഷണത്തിൻ്റെ സമയത്തും, മഹാഭക്തന്മാർക്ക് പോലും, പ്രഹ്ലാദന് പോലും വലിയ പരീക്ഷണങ്ങളുണ്ടായി, മാർക്കണ്ഡേയനുണ്ടായി. അപ്പോൾ ഇവർക്കെല്ലാം പരീക്ഷണങ്ങളുണ്ടായി. ആ പരീക്ഷണങ്ങളുടെ സമയത്ത് അടിയുറച്ച ഈ വിശ്വാസം. പലപ്പോഴും നമ്മളെ പലരും കളിയാക്കുന്നുണ്ടായിരിക്കും, ഇപ്പോഴൊന്നും ആയില്ലല്ലോ എന്നോർത്ത് നമ്മൾ സങ്കടപ്പെടുന്നുണ്ടായിരിക്കും. പലരും എല്ലാമായി, നമ്മൾ മാത്രം പുറകിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒന്നും ചിന്തിക്കരുത്. ഉറച്ച വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോയാൽ ഭഗവാൻ ജ്ഞാനവും തരും, കീർത്തിയും തരും, എല്ലാം തരും. അതുകൊണ്ട് ഭഗവാനിൽ അടിയുറച്ച് വിശ്വസിക്കുക, എന്തിനും ഭഗവാനെ വിശ്വസിക്കുക. നമ്മൾ എത്ര തോറ്റ് കിടന്നാലും, നമ്മൾ എത്ര പരിഹാസ്യരായാലും ഭഗവാൻ എൻ്റെ കാര്യം നോക്കിക്കോളും. നമ്മളിനി ടെൻഷൻ അടിക്കുകയേ ചെയ്യേണ്ട നമ്മുടെ കാര്യത്തിൽ. എല്ലാം ഭഗവാൻ നോക്കിക്കോളും എന്നുള്ള ശരണാഗതി, അതിലേക്കാണ് നമ്മൾ വരുന്നത്. അപ്പോൾ ഇതാണ് മൂന്നാമത്തെ കാര്യം. എന്താണ് ഇനി നാലാമത്തെ കാര്യം? ഗോപ്തൃത്വേ വരണം തഥ. എന്താണ് ഇതിനർത്ഥം? നമ്മൾ ആദ്യം പറഞ്ഞു നമ്മൾ പൂർണ്ണമായും ഭഗവാനിൽ വിശ്വസിക്കണം. ഇനി രണ്ടാമത്തെ കാര്യം എന്താണ്? നമ്മളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം വന്നാൽ, ഒരു പ്രതിസന്ധി വന്നാൽ ആര് നമ്മളെ രക്ഷിക്കും? തീർച്ചയായും ഭഗവാനെ നമ്മളെ രക്ഷിക്കുകയുള്ളൂ എന്ന് മനസ്സിൽ വന്ന് എന്ത് പ്രശ്നം ഉണ്ടായാലും ഭഗവാന്റെ അടുത്തേക്ക് എത്തണം. അതാണ് നാലാമത്തെ കാര്യം. ആദ്യം വിശ്വസിക്കണം. ഇനി രണ്ടാമത്തെ കാര്യം എന്താണ്? എന്നെ രക്ഷിക്കുമെന്ന് വിശ്വസിക്കണം. ഇനി രണ്ടാമത്, എന്ത് പ്രതിസന്ധി വന്നാലും വേറൊരു ചിന്ത പോകരുത്, ഭഗവാന്റെ അടുത്തേക്ക് ഓടിക്കോണം. ഭഗവാനെ നീ എന്നെ രക്ഷിക്കണം എന്ന് പറഞ്ഞ് ഭഗവാന്റെ അടുത്തേക്ക് എത്തണം. അതാണ് നാലാമത്തെ കാര്യം. വിശ്വസിക്കണം. പിന്നെ ഭഗവാൻ, എന്ത് പ്രതിസന്ധി വന്നാലും ഭഗവാനിൽ ശരണാഗതി പ്രാപിക്കുക, ഭഗവാനെ രക്ഷിക്കുക എന്ന് പറയാം. ഭഗവാനോട് തന്നെ സ്നേഹം വെച്ച് പുലർത്തുക, ഭഗവാനോട് തന്നെ വിശ്വാസം വെച്ച് പുലർത്തുക. വിശ്വാസവും അതിനോടൊപ്പം എന്ത് പ്രതിസന്ധി വന്നാലും ഭഗവാനെ ആശ്രയിക്കുന്ന ആ ഒരു തലവും നമ്മളിലേക്ക് വരുമ്പോൾ ഭഗവാൻ എല്ലാ തരത്തിലുള്ള സംരക്ഷണവും നമ്മൾക്കുണ്ടാവും, തരും. അതാണ് ഇവിടെ പറയുന്നത്, എല്ലാ തരത്തിലുള്ള സംരക്ഷണവും ഭഗവാൻ തരും. എല്ലാ സംരക്ഷണവും ആരെന്ത് ചെയ്യാൻ ശ്രമിച്ചോട്ടെ, നമ്മൾക്കെതിരെ എന്തും ചെയ്തു കൊള്ളട്ടെ, പല ക്ഷേത്രങ്ങളിൽ ചെന്നോ പല രീതിയിലോ ഒക്കെ നമ്മളെ എന്ത് രീതിയിലും ദൈവികമായും ഒക്കെ, അതിനെന്താ പറയുന്നതെന്നറിയാമോ? ഈ ഗുണഭക്തിയിൽ പറയും, ഗുണാതീതമാണ് ഭക്തി, എന്നാൽ എങ്കിലും ഗുണഭക്തിയിൽ ഏറ്റവും മോശമായ ഗുണത്തിലെ ഏറ്റവും താമസിക ഗുണമുള്ള ഭക്തി എന്നാണ് പറയുന്നത്. നമ്മൾ ഓരോരുത്തർ ഓരോ ഉപദ്രവം ചെയ്യില്ലേ ആഭിചാരപരമായൊക്കെ. അപ്പോൾ അങ്ങനെ ചെയ്താൽ പോലും എനിക്ക് രക്ഷ ഭഗവാനുണ്ട് എന്നുള്ള ഉറച്ച വിശ്വാസം വരണം. എന്ത് പ്രതിസന്ധി വന്നാലും ഭഗവാന്റെ അടുത്തേക്ക് ഓടിയെത്തണം. ഭഗവാൻ തീർച്ചയായും രക്ഷിക്കും. ഇനി എന്താണ് അഞ്ചാമത്തെ കാര്യം ഭക്തിയിൽ പറയുന്നത്? ഈ ഷഡ്വിധ ശരണാഗതിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്. ഈ അഞ്ചാമത്തെ കാര്യം എന്താണത്? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ് ആത്മനിക്ഷേപം. ആത്മനിവേദനം എന്ന് പറയില്ല, അത് തന്നെ ആത്മനിക്ഷേപം. എൻ്റെ ഭഗവാനിലേക്ക് ഞാൻ എന്നെ തന്നെ കൊടുത്തിരിക്കുന്നു. ഇനി എനിക്ക് എൻ്റെതായി ഒന്നുമില്ല, എല്ലാം ഞാൻ കൊടുത്തിരിക്കുന്നു. എന്താണ് നിക്ഷേപം? നമുക്ക് നിക്ഷേപം എന്ന് പറയുമ്പോൾ വേറൊരു നിക്ഷേപം ഓർമ്മ വരും. അതുമായിട്ട് വേണമെങ്കിൽ കമ്പയർ ചെയ്തൊരു കാര്യം പറയാം. പക്ഷേ ഇതുമായി വലിയ ബന്ധമൊന്നുമില്ല. എങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞതുകൊണ്ട് ഒരു ചെറിയ ബന്ധം കണ്ടെത്തി ഞാൻ പറയാം. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എന്താ ചെയ്യുന്നത്? നമ്മളിപ്പോൾ സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യും, FDയിൽ ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ചെയ്യുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ വലിയ ഇൻവെസ്റ്റേഴ്സൊക്കെ, വിജയ് കെഡിയ എന്ന് പറയുന്ന ഇൻവെസ്റ്റർ, അല്ലെങ്കിൽ നമ്മളുടെ ഇന്ത്യൻ വാറൻ ബഫറ്റ് ആരാണ്? രാജേഷ് ജുൻജുൻവാല, അദ്ദേഹം മരിച്ചുപോയി. അതുപോലെ തന്നെ വാറൻ ബഫറ്റ്, പൊറിഞ്ചു വെളിയത്ത് എന്ന് പറയുന്ന മലയാളത്തിൻ്റെ ഒരു ഇൻവെസ്റ്റർ ഉണ്ട്, കേരളത്തിൻ്റെ ഒരു ഇൻവെസ്റ്റർ ഉണ്ട്. ഇവരൊക്കെ എന്ത് ചെയ്യുന്നറിയോ? ഇവരൊക്കെ നല്ലപോലെ ഫണ്ടമെൻ്റൽ അനലൈസ് ചെയ്ത് ഒരു സ്റ്റോക്കിൻ്റെ ഏറ്റവും താഴ്ന്ന പ്രൈസിൽ വാങ്ങി വലിയ പ്രൈസിൽ അവർ സെല്ല് ചെയ്യും, വിൽക്കും. ഇതാണ് അവരുടെ ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവർ ഒരു 5 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ, ഏറ്റവും ലോ പ്രൈസിൽ ഇവർ ഇൻവെസ്റ്റ് ചെയ്താൽ പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കുകയില്ല, ഒരു ചിന്തയില്ല.
പിന്നെ അവർ പ്ലാൻ ചെയ്യുന്ന 5 വർഷമാണോ 6 വർഷമാണോ എപ്പോഴാണോ ആ കമ്പനി ഗ്രോ ആകുന്നത് അതുവരെ അവർ ചിന്തിക്കുകയില്ല. 5 ലക്ഷം രൂപ ഉണ്ടെന്ന് പോലും അവർ ചിന്തിക്കുകയില്ല. നമ്മളുടെ കയ്യിലുണ്ടെങ്കിലോ, നമ്മളുടെ കയ്യിലാണ് 5 ലക്ഷം രൂപ ഉള്ളതെങ്കിലോ ഇതെങ്ങനെ ചിലവാക്കാം, ഇതുകൊണ്ട് എന്തൊക്കെ ചെയ്യാം എന്നൊക്കെ നമ്മൾ ചിന്തിച്ച് നടക്കും. അതുപോലെ തന്നെ നമ്മൾ പൂർണ്ണമായും ഭഗവാനിൽ ഏൽപ്പിച്ചു കഴിഞ്ഞാലോ, ഒരു ഉത്തമനായ ഭക്തൻ എന്നെയും എൻ്റെ ശരീരത്തെയും ഭഗവാനിൽ ലയിപ്പിച്ചു കഴിഞ്ഞാലോ, ഏൽപ്പിച്ചു കഴിഞ്ഞാലോ പിന്നെ അയാൾക്ക് ചിന്ത പാടുണ്ടോ? പൂർണ്ണമായും നമ്മളുടെ പൈസ കൊടുത്താൽ പോലും നമ്മൾ ചിന്തിക്കില്ല എന്നാണ് പറയുന്നത് നല്ല ഇൻവെസ്റ്റേഴ്സ്. അപ്പം നമ്മളുടെ ശരീരവും ആത്മാവും എല്ലാം ആ പരമാത്മാവിൽ കൊടുക്കുമ്പോൾ ആ ഇൻവെസ്റ്റ്മെൻറ്റുമായി ഈ ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പയർ ചെയ്യാനേ സാധിക്കില്ല. ഇത് ഒരാളുടെ പരമമായ ലക്ഷ്യമാണ്. ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ഒരാൾ ജന്മം എടുക്കുന്നത് തന്നെ ഭഗവാനിലേക്ക് എന്നെ ഏൽപ്പിക്കാനാണ്. അപ്പോൾ ആ ഇൻവെസ്റ്റ്മെൻറ്റിൽ പിന്നെ ഡൗട്ട് അടിക്കാൻ പാടുണ്ടോ? ടെൻഷൻ അടിക്കാൻ പാടുണ്ടോ? അത് സംഭവിക്കുമോ, ഇത് സംഭവിക്കുമോ? ഒരു ടെൻഷനും ഉണ്ടാകരുത്. ഇനി എൻ്റെ കാര്യം നോക്കുന്നത് ഞാനല്ല. എങ്ങനെയാണോ ഒരു തള്ളപ്പൂച്ച ആ കുഞ്ഞിപ്പൂച്ചയ്ക്ക് വേണ്ട ആഹാരം കൊടുക്കുന്നത്, അതായത് മാർജാരന്യായം, അത് തന്നെ മനസ്സിൽ കൊണ്ടുവന്നാൽ മതി. ആ കുഞ്ഞിപ്പൂച്ചയ്ക്ക് ഒരു കഴിവുമില്ല. എല്ലാം ചെയ്തു കൊടുക്കുന്ന അമ്മയാണ്. ആഹാരം വേണ്ട സമയത്ത് കൊടുക്കുക, സംരക്ഷണം കൊടുക്കുക, എല്ലാം ആ അമ്മയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട്, ഈ മാർജാരന്യായമായിട്ട് ബന്ധപ്പെട്ട് 6ാമത്തെ കാര്യം പറയാം. കാർപ്പണ്യ എന്ന് പറയുന്നത് എന്താ? 6ാമത്തെ കാര്യം. ഈ നമ്മൾ മനസ്സിലാക്കി വന്ന 5 കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത്. ഇനി 6ാമത്തെ കാര്യം കൂടെ മനസ്സിലാക്കുക. 6ാമത്തെ കാര്യത്തിലേക്ക് പോകണമെങ്കിൽ ഈ മാർജാരന്യായം തന്നെ. 6ാമത്തെ കാര്യമായി നമ്മൾ പറയുന്നത് എന്താണ്? കാർപ്പണ്യ. എന്താണ് കാർപ്പണ്യ? മാർജാരന്യായമായിട്ട് കോർത്തിണക്കിയൊന്ന് മനസ്സിലാക്കാം. നമ്മൾ പറഞ്ഞു അമ്മയാണ് കുഞ്ഞിപ്പൂച്ചയെ സംരക്ഷിക്കുന്നത്, അതിനെ വേണ്ട കാര്യങ്ങൾ അതിനെ എടുത്ത് നടക്കുന്നതെല്ലാം, അതിന് സംരക്ഷണമുള്ള സ്ഥലത്തെല്ലാം കൊണ്ട് ആക്കുന്നത് ആ അമ്മയാണ്. എങ്കിൽ ആ കുഞ്ഞിപ്പൂച്ചയ്ക്ക് സ്വയമായി ആഹാരം തേടാൻ കഴിവുണ്ടോ? ആ കുഞ്ഞിപ്പൂച്ചയ്ക്ക് സ്വയമായി സംരക്ഷണമുള്ള സ്ഥലത്തേക്ക് പോകാൻ കഴിവുണ്ടോ? അല്ലെങ്കിൽ സ്വയമായി രക്ഷപ്പെടാൻ ഉള്ള കഴിവുണ്ടോ? ഇല്ല. അതിന് അമ്മ വേണം. അമ്മ പൂച്ച ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ കാർപ്പണ്യം എന്ന് പറഞ്ഞാൽ ഞാൻ നിസ്സഹായനാണ് അങ്ങില്ലാതെ എന്നുള്ള ബോധമാണ്. ഭഗവാനെ, നീ ഇല്ലാതെ ഞാൻ നിസ്സഹായനാണ്, എനിക്കൊരു കഴിവുമില്ല, എനിക്ക് നീ ഇല്ലാതെ ഒന്ന് ചലിക്കാൻ പോലും ഈ ഭൂമിയിൽ സാധിക്കില്ല, എന്തിനും ഏതിനും ഭഗവാനെ നീ വേണം എന്നുള്ള ആ നിസ്സഹായ അവസ്ഥയാണ് കാർപ്പണ്യ. ഷഡ്വിധ ശരണാഗതിയിലെ അവസാന കാര്യം നിസ്സഹായനാണ് ഭഗവാനെ, നീ ഇല്ലാതെ. ആ ഒരു മനോഭാവം ഉള്ളിൽ വരുമ്പോൾ തന്നെ അഹന്ത ഇല്ലാതായി, അഹങ്കാരം ഇല്ലാതാവും. എന്ന് വെച്ചാൽ നമ്മൾക്ക് എല്ലാവർക്കും പൂർണ്ണമായും ഇല്ലാതാകണമെന്നല്ല ഞാൻ പറയുന്നത്. അങ്ങനെ ഇല്ലാതായാൽ പിന്നെ നമ്മൾക്ക് വേറൊന്നും വേണ്ട, ഭഗവാൻ മതി. നമ്മളെപ്പോലുള്ള സാധാരണ ഭക്തർ ഒരുപാട് സമയമെടുത്തിട്ടേ ആ അസാധാരണ പരാഭക്തർ അല്ലെങ്കിൽ പരമഭക്തരൊക്കെ ആയി മാറുകയുള്ളൂ. നമുക്ക് പെട്ടെന്ന് സാധിക്കില്ല. നമ്മൾക്ക് എല്ലാവർക്കും ഒരു അഹന്തയുണ്ട്, ദേഷ്യമുണ്ട്, എല്ലാ കാര്യമുണ്ട്. നമ്മൾ ആരും വ്യത്യസ്തരല്ല. എല്ലാവരും 99% പേരും ഇങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ ഇതൊക്കെ മനസ്സിലാക്കുമ്പോൾ ചെറുതായെങ്കിലും ഞാൻ നിസ്സഹായനാണെന്നുള്ള ബോധമൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ വരുമ്പോൾ, എപ്പോഴും ഒന്നും വരില്ല, തീർച്ചയായും വരില്ല. എപ്പോഴും ഇങ്ങനെ തന്നെ ആകുകയാണെങ്കിൽ നമ്മൾ മനസ്സിൽ നിന്ന് ഈ അവസ്ഥയൊക്കെ വരേണ്ടതാണ്. അല്ലാതെ നമ്മൾ വെറുതെ ഇത് അഭിനയിച്ചിട്ട് കാര്യമില്ല. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ വെറുതെ അഭിനയിച്ചിട്ട് കാര്യമില്ല. ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരണം. നമ്മൾ പലരും അഭിനയിക്കാനൊക്കെ ശ്രമിക്കും. നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണ്, നമ്മൾ മനുഷ്യരല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം? പതുക്കെ ഭഗവാനോടുള്ള ഭക്തി വരും തോറും, പ്രത്യേകിച്ച് ജപിക്കുന്നവർക്കൊക്കെ ഇത് പെട്ടെന്ന് കണക്റ്റ് ആവും. കാര്യം നാമം ജപിക്കുന്നവർക്ക് ഈ ഒരു സ്വഭാവം അവരറിയാതെ തന്നെ വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ വെറുതെ ഈ തിയറി കേട്ടിട്ട് കാര്യമില്ല. നമ്മളത് പ്രാക്ടിക്കലായിട്ട് അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമേ അതിൻ്റെ ഉപകാരം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇതൊക്കെ കേട്ട് നമ്മൾ അതിന് പ്രാക്ടീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നാമം ജപിക്കും തോറും നമ്മൾക്ക് ഈ ഒരു മനോഭാവം വരും. അപ്പോൾ നമുക്ക് കൂടുതലും ഇങ്ങനെയൊക്കെയായി മാറാൻ സാധിക്കും. അങ്ങനെ എല്ലാം ഭഗവാനിൽ ഏൽപ്പിക്കാൻ സാധിക്കും. അല്ലാതെ അഭിനയിക്കരുത് ഒരിക്കലും. ഇങ്ങനെയാണെന്ന് പറഞ്ഞ് അഭിനയിച്ച 2 ദിവസം കൊണ്ട് നമ്മൾക്കിത് തീരും. പക്ഷേ പതുക്കെ ആണെങ്കിലും ചെറുതായി ആണെങ്കിലും ഇതിലേക്ക് വന്നുകൊണ്ടിരിക്കുക. അങ്ങനെ ജീവിതത്തിൻ്റെ അവസാന ഘട്ടമൊക്കെ കഴിയുമ്പോൾ പൂർണ്ണ ശരണാഗതിയായാൽ പിന്നെ ഒന്നും പേടിക്കണ്ട. പിന്നെ നമ്മൾ വെറുതെ നമ്മളുടെ ആത്മാവ് ശരീരം വിടുകയല്ല, ഭഗവാന്റെ അടുത്തേക്ക് എത്തുകയാണ്. ആ ഒരു ബോധം. അഹോബിലം.